അങ്ങനെ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് വീണ്ടും ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. 1 മാസത്തിൽ കൂടുതലായി നാട്ടിലേക്ക് വന്നിട്ട് അടിച്ചുപൊളിയും എൻജോയ്മെൻറ്റും ഒക്കെ കഴിഞ്ഞു. ഇനിയും വീണ്ടും തിരിച്ചുള്ള ഒരു റുട്ടീനിലേക്ക് പോകാൻ വേണ്ടിയുള്ള യാത്രയാണിത്. ഞങ്ങളെ കൊണ്ടുവിടാനായിട്ട് ബ്രദറാണ് വന്നത് കേട്ടോ, പപ്പായുടെ അനിയൻ്റെ മോന് ജോജി. അവൻ കൊണ്ടുവിടാൻ വന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ വരുന്നത് പപ്പായാണ് കേട്ടോ. തന്നെ ഇവരെയും കൊണ്ട് പോകാൻ ഒരു ചെറിയ പേടി, ഒരു ചിന്ന ഭയം. അതുകൊണ്ട് പപ്പായെ കൂടെ വിളിച്ചു. പപ്പ കൂടെ വന്നു. എന്തായാലും 10 ദിവസം കൂടെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ വരുന്നത്. എത്ര ദിവസം നിൽക്കുമെന്നുള്ളത് കണ്ടറിയണം. അങ്ങനെ ട്രെയിൻ വന്നു. ജോജി ഞങ്ങളെ കയറ്റി വിട്ടു. ആൾ തിരിച്ചു പോയി. അത്യാവശ്യം മഴയൊക്കെ കണ്ടിട്ടാണ് തിരിച്ചു പോകുന്നത് കേട്ടോ. കണ്ടില്ലേ മഴക്കോള്. ട്രെയിനിൽ ഇരുന്നപ്പോൾ തന്നെ മഴയുടെ ഒരു ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പോൾ അത്യാവശ്യം മഴയൊക്കെ പെയ്യുകയും ചെയ്തു. അങ്ങനെ മഴയൊക്കെ കണ്ട് ഞങ്ങൾ ട്രെയിൻ യാത്ര തുടർന്നു. അങ്ങനെ ഒരിക്കലും ഇല്ലാത്ത പോലെ ഈ പ്രാവശ്യം നമ്മുടെ ട്രെയിന് 5:15 കേട്ടോ. എല്ലാ പ്രാവശ്യവും നമ്മൾ 7 മണി കഴിഞ്ഞുള്ള ട്രെയിനാണ് പോകുന്നത്. ഈ പ്രാവശ്യം നമുക്ക് സ്പെഷ്യൽ ട്രെയിനാണ് കിട്ടിയത്. അതുകൊണ്ട് 5:15 അങ്ങനെ കയറിയിരുന്നു. കളിയും ബഹളവും ചിരിയൊക്കെ ആയി. ഫുഡൊക്കെ കഴിച്ചു. ഇങ്ങനെ ഇരുന്നിട്ടൊന്നും സമയം പോകുന്നില്ല. ലാസ്റ്റ് പിന്നെയും അവരുടെ കളിയും വർത്തമാനമൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്കും ഓരോരുത്തരായിട്ട് അവരവരുടെ കിടക്ക വിരിക്കൽ തുടങ്ങി. അപ്പോഴേക്കും എൻ്റെ കൊച്ചാളും പോയി കിടന്നു കേട്ടോ. കിടക്ക വിരിച്ചു തരാം മക്കളെ എന്ന് പറഞ്ഞിട്ടും ആൾക്ക് വയ്യ. പിന്നെ ഒരു വിധത്തിലെല്ലാം പിടിച്ച് റെഡിയാക്കി എല്ലാവരും അവിടെ ഇവിടെയായിട്ടൊക്കെ ചാഞ്ഞു. നാട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ ഒരു ചെറിയ വിഷമം 2 പേർക്കും ഉണ്ടായിരുന്നേ. എന്തായാലും ആ വിഷമമൊക്കെ നമുക്ക് ഉറക്കി തീർക്കാമെന്ന് പറഞ്ഞ് ഒരു ഗുഡ് നൈറ്റും ഒക്കെ പറഞ്ഞ് ഞങ്ങളും കിടന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു. നമ്മുടെ ട്രെയിൻ ഒരു ഇച്ചിരി ലേറ്റായിരുന്നു കേട്ടോ. ഏകദേശം 1.25 മണിക്കൂർ ലേറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫ്രഷൊക്കെ ആയി എല്ലാവരും റെഡിയായി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്തായാലും റെഡിയായി, ഇനി ചുമ്മാ ഇരിക്കേണ്ടെന്ന് പറഞ്ഞ് പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് വീഡിയോയും പിടിച്ച് ഞാൻ വെളിയിലേക്ക് നോക്കിയിരുന്ന സമയത്ത് കുഞ്ഞുമണീസ് 2 പേരുടെ അവിടെ ഭയങ്കര അടിയും ബഹളവും കളിയും ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ. സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ടാണെന്നറിയില്ല, വലിയ തിരക്കില്ലായിരുന്നു. 1.25 മണിക്കൂർ ലേറ്റ് കാണിച്ച വണ്ടി കഷ്ടിച്ച് 20 മിനിറ്റ് ലേറ്റ് ആയുള്ളൂ കേട്ടോ. എങ്ങനെയൊക്കെയോ ഓടി SMVTയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ തട്ടകത്തിൽ ഇറങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഓരോരോ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ആദ്യം തന്നെ ഒരു വണ്ടി ബുക്ക് ചെയ്തു. അയാൾ ലഗേജ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോയി. പിന്നൊരു വണ്ടി വന്നു. പുള്ളിയോട് കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നപ്പോൾ വീട് ഒരു കോലമായി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. 1 മാസത്തെ നല്ലൊരു ക്ലീനിങ് ഞാനും പപ്പായുടെ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 മണിയായപ്പോഴേ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ വിസ്തരിച്ചൊരു കുളി കഴിഞ്ഞ് പോയി ബിരിയാണിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അതും കഴിച്ച് നല്ലൊരു ഉറക്കം അങ്ങ് ഉറങ്ങി കേട്ടോ. ഇനി നമ്മുടെ അടുത്ത വീഡിയോ വരാൻ പോകുന്നത് കുഞ്ഞുമണീസിൻ്റെ സ്കൂളിലേക്ക് പോകുന്ന ഷോപ്പിങ്ങിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് കാണാം. ബൈ.